Hi, hello, welcome to AIFER Education, India's first happy learning ecosystem where thousands of students cracked UGC NET and JRF. Okay, so we history JRF series in the bhagamayitte innu discuss cheyan povuna topic ennallathu Conquests and contributions of Akbar. Akbarne pattittan. So നമ്മുടെ medieval history one of the important മുഗൾ സാമ്രാജ്യത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അക്ബർ എന്നുള്ളത്. കണ്ടിന്യൂസ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ അക്ബറിന്റെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ സെഷൻ ലെറ്റ് മീ ടോക്ക് യു സംതിങ് അബൌട്ട് ദ ഐഫർ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേപ്പർ 1-നും പേപ്പർ 2-നും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫറിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ പേപ്പർ 1-നും പേപ്പർ 2-നും മെറ്റീരിയൽസ് മാത്രമല്ല, എന്തുണ്ട്, ഡെയിലി PYQ പോൾ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് NTയുടെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഏറ്റവും ഉടനടി നിങ്ങൾ അറിയിക്കുന്ന, നിങ്ങൾക്ക് പ്രിപ്പറേഷനെ നിങ്ങൾക്ക് ട്രാക്കിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഐഫറിന്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാവണമെങ്കിൽ ഇതാ ഒരു കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആവും കേട്ടോ. സോ ആൻഡ് എന്താണ്, നിങ്ങൾക്ക് ഈ ഐഫറിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള യൂട്യൂബ് സീരീസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഐഫർ എഡ്യൂക്കേഷൻസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അക്ബറിലേക്ക് കടന്നു വരാം. സോ അക്ബർ എന്നുള്ളത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൂളറായിരുന്നു അക്ബർ എന്നുള്ളത്. സോ അക്ബർ അധികാരത്തിലേക്ക് വരുന്നത് 1556-ലാണ്. 1556 അധികാരത്തിൽ വരുന്നുണ്ടെങ്കിലും 560 വരെ അക്ബർ എന്തായിരുന്നു, അക്ബർ മൈനർ ആയതിനാൽ ബൈരം ഖാൻ ആയിരുന്നു അക്ബറിന് വേണ്ടിയിട്ടുള്ള ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു കാലഘട്ടത്തെ 1556 മുതൽ 1560 വരെയുള്ള പീരീഡിനെ ബൈരം ഖാൻ റെജൻസി പീരീഡ് എന്നാണ് പറയാറുള്ളത്. സോ അക്ബർ എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂൾ വിത്ത് എ സ്റ്റേബിൾ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അക്ബറിനെ പറ്റി ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഹി വാസ് ബോൺ ഇൻ 1542 അറ്റ് അമർകോട്ടിലാണ്. 1542-ലാണ് അക്ബർ ജനിക്കുന്നത്. ഒറിജിനൽ നെയിം എന്നുള്ളത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നായിരുന്നു. സോ അക്ബർ ജനിച്ച സമയത്ത് എന്താണ്, ഹുമയൂണിനെ ഷേർഷാ പരാജയപ്പെടുത്തി ഹുമയൂൺ ഇങ്ങനെ വാൻഡറായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞടക്കുകയാണ്. ആരെങ്കിലൊക്കെ സഹായം അല്ലെങ്കിൽ അഭയം തരുമോ എന്ന് ചോദിച്ചിട്ട് ഹുമയൂൺ വേണ്ട ബ്രദേഴ്സിൻ്റെ അടുത്ത് പോകുന്നു. ലാസ്റ്റ് ഷാ തമാഷ്പ് ഓഫ് പേർഷ്യയുടെ അടുത്തേക്ക് ഹുമയൂൺ സഹായം അഭ്യർത്ഥിച്ചു പോകുന്നു. ഈ ഒരു സമയത്തൊക്കെയാണ്, ഈ ഒരു പൊളിറ്റിക്കലി അൺസർട്ടൈൻ സിറ്റുവേഷന്റെ സമയത്താണ് അക്ബർ ജനിക്കുന്നത്. സോ അക്ബറിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അക്ബറിന്റെ അങ്കിൾസ് ആയിരുന്നു. സോ അക്ബർ ഈസ് ബിലീവ്ഡ് ടു ബി ഇല്ലിറ്ററേറ്റ് അറ്റ് എ ഗ്രേറ്റ് മൈൻഡ് ഓഫ് ഹിസ് ടൈം. 1556-ലാണ് അക്ബർ മുഗൾ സിംഹാസനത്തിൽ വരുന്നത്. 556 മുതൽ 560 വരെ അക്ബറിന് വേണ്ടി ഭരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈരം ഖാൻ എന്നുള്ള അവരുടെ മിലിറ്ററി ജനറൽ ആയിരുന്നു. ഓക്കെ, ഹുമയൂണിന്റെ കീഴിലെ മിലിറ്ററി ജനറൽ ആയിരുന്നു അക്ബറിന് വേണ്ടിയിട്ട് ഭരണകാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്താണ്, അക്ബറിന് മുന്നേ എന്താണ്, നമ്മുടെ സൂർ ഡൈനാസ്റ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സൂർ ഡൈനാസ്റ്റി ഹുമയൂൺ, അക്ബറിന്റെ ഫാദർ ആയിരുന്ന ഹുമയൂണിന്റെ കയ്യിൽ നിന്ന് ടെറിറ്ററീസ് ഒക്കെ പിടിച്ചെടുത്തിട്ടാണ് സൂർ ഡൈനാസ്റ്റി വരുന്നത്. 1540 ഷേർഷാ സൂരി സ്ഥാപിക്കുന്നു. സോ എന്ത് ചെയ്തു, 1555 ഹുമയൂൺ തിരിച്ചു വന്നിട്ട് ബാറ്റിൽ ഓഫ് സിർഹിന്ദിൽ വെച്ച് സൂർ ഡൈനാസ്റ്റിയെ പരാജയപ്പെടുത്തുന്നു. അന്ന് എന്താണ്, ഒരുപാട് കാലം നഷ്ടപ്പെട്ട ടെറിറ്ററീസ് ഒന്നും പിടിച്ചെടുക്കാനൊന്നും ഹുമയൂണിന് സമയം ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വർഷം തന്നെ ഹുമയൂൺ മരണപ്പെട്ടു പോകുന്നുണ്ട്. സോ പിന്നീട് അക്ബറാണ് ആ ഒരു മിഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അക്ബർ മുഗൾസിൽ നഷ്ടപ്പെട്ട എല്ലാ ടെറിറ്ററീസും തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. സോ അക്ബറിന്റെ കാലഘട്ടം എന്നുള്ളത് ഒരു സീരീസ് ഓഫ് കോൺക്വസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അക്ബറിന്റെ ഭരണകാലം എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയുമ്പോൾ അക്ബറിനെ പറ്റി ആദ്യം പറയേണ്ട പോയിന്റ്സ് അല്ലെങ്കിൽ അക്ബർ ഭരണത്തിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഈവന്റ് എന്നുള്ളത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടാണ്. ഓക്കെ, 1556-ലാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അന്ന് മുഗൾസ് വേഴ്സസ് ഹെമു എന്നുള്ള ഒരു സ്ട്രഗിൾ ആയിട്ട് അതിന് കാണാം. അക്ബറിന് വേണ്ടി ആർമിയെ ലീഡ് ചെയ്തതും അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിന് പ്രധാന കോൺട്രിബ്യൂഷൻസ് നൽകിയതൊക്കെ ബൈരം ഖാൻ ആയിരുന്നു. ഓക്കെ, സോ ബൈരം ഖാന്റെ നേതൃത്വത്തിലുള്ള മുഗൾ പട ഹെമുവെ പരാജയപ്പെടുത്തുന്ന യുദ്ധമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1556. 1526-ലാണല്ലോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അത് കഴിഞ്ഞ് എക്സാക്ട് 30 വർഷത്തിന് ശേഷം സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഓക്കെ,
So Akbar conquered many territories in central India, including Malwa, with the help of his commanders Adham Khan, Akbar's foster brother, and Mir Muhammad. അപ്പോൾ അക്ബറിന് നഷ്ടപ്പെട്ടു പോകുന്ന ടെറിറ്ററീസ് ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അക്ബറിനെ സഹായിക്കുന്നത് അവരുടെ ഫോസ്റ്റർ മദർ, അക്ബറിന്റെ പാല് കൊടുത്ത് വളർത്തിയ മദർ എന്നുള്ളത് മഹം അങ്കയാണ്. മഹം അങ്കയുടെ മകനായിരുന്ന അധം ഖാൻ അല്ലെങ്കിൽ അങ്ങനെ. സോ എന്താവും, അക്ബറിന്റെ ഒരു ബ്രദർ ആയിട്ട് വരും, ഫോസ്റ്റർ ബ്രദർ ആയിട്ട് വരും. അയാളുടെ സഹായത്തോടു കൂടി അക്ബർ മുഗൾസിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ടെറിറ്ററീസും തിരിച്ചു പിടിക്കണം. ഓക്കെ. സോ 1559 കൂടി തന്നെ ബൈരം ഖാനുമായിട്ട് ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ബൈരം ഖാൻ ആ ഒരു പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ബൈരം ഖാൻ ആ ഒരു പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അക്ബറിനെ പെർസ്യൂഡ് ചെയ്ത ലേഡി എന്നുള്ളത് വൺ ഓഫ് ദ പവർഫുൾ ലേഡീസ് ഇൻ ദ മുഗൾ ഹെറം, ദാറ്റ് വാസ് മഹം അങ്ക എന്നുള്ളത്. മഹം അങ്ക എന്ന് പറയുന്ന അക്ബറിന്റെ ഫോസ്റ്റർ മദർ ആണ് ബൈരം ഖാനെതിരെ അക്ബറിനെ പറഞ്ഞു കൊടുത്ത് ബൈരം ഖാനെ പദവികളിൽ നിന്നൊക്കെ ഒഴിവാക്കി ബൈരം ഖാനെ മക്കയിലേക്ക് തീർത്ഥാടന യാത്രക്ക് അക്ബർ അയക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൺക്വസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് എന്നുള്ള ഈ ഒരു ഫാക്ച്വൽ പോയിന്റിലേക്ക് വരാം. ഇവിടെ നിന്നാണ് നിരന്തരമായിട്ട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ചോദിക്കാനുള്ളത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു 556 മുതൽ 60 വരെയുള്ള കാലഘട്ടം എന്നുള്ളത് ബൈരം ഖാൻ റീജൻസിയാണ്. 560 അദ്ദേഹത്തിന്റെ ബ്രദറായിരുന്ന കാബൂൾ എന്താണ്, മുഗൾസിന് ഒരു എക്സ്റ്റാബ്ലിഷ്ഡ് തിയറി ഓഫ് സസഷൻ ഒന്നുമില്ല. ഒരാൾ കഴിഞ്ഞാൽ ഇന്നയാൾ അധികാരത്തിൽ വരണം എന്നൊരു പ്രോപ്പർ വേ ഓഫ് സസഷൻ ഒന്നുമില്ല. ബട്ട് എന്തായത്, അവർ ഒരാൾ ഭരണാധികാരിയായി വരും, ടെറിറ്ററീസ് ഒക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ബ്രദേഴ്സിന്റെ ഇടയിൽ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അവർക്കിടയിൽ. ഓക്കെ. സോ ആ രീതിയിൽ അക്ബർ കാബൂൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ബ്രദർ ആയിരുന്നു മിർസ മുഹമ്മദ് ഹക്കീം എന്നുള്ളത്. 1560 കാബൂളിൽ വെച്ച് മിർസ മുഹമ്മദ് ഹക്കീം അക്ബറിനെതിരെ റിബല്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു റിബല്യൻ നടക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും, റിബല്യൻ സപ്രസ് ചെയ്യാൻ വേണ്ടി അക്ബർ ഡൽഹിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകും, കാബൂളിലേക്ക് പോകും. ഈ ഒരു സമയത്ത് ഡൽഹിയുടെ അധികാരം ആരാണ് ഏൽപ്പിക്കുന്നത്? അക്ബറിന്റെ മദറായിരുന്ന ഹാമിദ ബാനു ബീഗത്തെയാണ് ഏൽപ്പിക്കുന്നത്. ഓക്കെ. മഹം അങ്ക എന്നുള്ളത് ഫോസ്റ്റർ മദറാണ് കേട്ടോ. ഒറിജിനൽ മദർ എന്നുള്ളത് ഹാമിദ ബാനു ബീഗമാണ്. ആൻഡ് 1560-61 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1560 അക്ബർ മൽവ ഡിഫീറ്റ് ചെയ്യുന്നു, ബാസ് ബഹദൂറിനെ പരാജയപ്പെടുത്തിയിട്ട്. 1563 അക്ബർ മർവാർ കീഴ്പ്പെടുത്തുന്നു. 1563 അക്ബർ പിൽഗ്രിം ടാക്സ് അബോളിഷ് ചെയ്യുന്നത്. സോ പിൽഗ്രിം ടാക്സ് അല്ലെങ്കിൽ ജിസിയ എന്നൊക്കെ പറയുന്നത് അന്ന് നിലവിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്ക്രിമിനേറ്ററി ടാക്സേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു. ഓക്കെ. ഹിന്ദുസ് മാത്രം പേ ചെയ്യുക എന്നൊക്കെ ഒരു ഓർഡർ അവിടെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ മാറ്റി അക്ബർ എന്ത് ചെയ്യുന്നു, 1563 പിൽഗ്രിം ടാക്സും 1564 ജിസിയും അബോളിഷ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, അക്ബർ എന്നുള്ളത് സംഭവമായിട്ട് ഭയങ്കര ലിബറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു. ഓക്കെ. 1568 അദ്ദേഹം ചിത്തൂർ ഫോർട്ട് പിടിച്ചെടുക്കുന്നു, അതുപോലെ തന്നെ രജ്പുട്ടാനെയും പിടിച്ചെടുക്കുന്നു. സോ ആ ഒരു രജ്പുട്ട് ടെറിറ്ററീസിൽ ചിത്തൂരും രജ്പുട്ടാനെയും ലഭിച്ചു. ഇനി മെവാറാണ് ഇനി ലഭിക്കാനുള്ളത് അക്ബറിന്. ഓക്കെ. സോ നെക്സ്റ്റ് 1573 അക്ബർ ഗുജറാത്ത് പിടിച്ചെടുക്കുന്നു. ഓക്കെ. കോൺക്വസ്റ്റ് ഓഫ് ഗുജറാത്ത്. അന്ന് ഗുജറാത്തിലെ സുൽത്താൻ എന്നുള്ളത് മുസഫർ ഷാ III ആയിരുന്നു. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അക്ബർ ഗുജറാത്ത് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ഗുജറാത്തിൽ അദ്ദേഹം മിർസ അസീസ് കോക്കയെ ഗുജറാത്തിന്റെ ഗവർണറായിട്ട് പ്ലേസ് ചെയ്യുന്നു. 1573 ഈ ഒരു വിജയം എന്നുള്ളത് അക്ബറിനെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി 1575 അക്ബർ ബുലന്ദ് ദർവാസ എന്ന് പറയപ്പെടുന്ന ഒരു ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഒരു ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് 75 ടു കമ്മമറേറ്റ് അക്ബർസ് ഗുജറാത്ത് വിക്ടറി. 1575 തന്നെയാണ് അക്ബറിന്റെ ഇബാദത്ത് ഖാന വരുന്നത്. സോ എന്താണ് ഇബാദത്ത് ഖാന? നമുക്കൊരു ഹോൾ ഓഫ് റിലീജിയസ് ഡിസ്കഷൻ എന്നൊക്കെ ഇബാദത്ത് ഖാനയെ പറയാം. വിവിധ മത ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി വന്ന് ഈ ഒരു സ്പിരിച്വൽ കാര്യങ്ങളും തിയോളജിക്കൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു അക്ബറിന്റെ ഇബാദത്ത് ഖാന എന്നുള്ളത്. സോ 1575 മുതൽ 82 വരെ ഈ ഒരു ഇബാദത്ത് ഖാനയിൽ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 82 എന്തായി, അക്ബർ പുതിയൊരു മതം സ്ഥാപിക്കുന്നുണ്ട്. 1575 തന്നെ അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, ബംഗാൾ അനക്സ് ചെയ്യുന്നുണ്ട്. ബംഗാൾ അനക്സഡ് ബംഗാൾ ടു ദ പ്രൊവിൻസ് ഓഫ് ബീഹാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൊയ്നും ഖാൻ. അന്ന് അക്ബറിന് അതിന് സഹായിക്കുന്നത് മൊയ്നും ഖാൻ ആണ്. 1576 ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി. ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1576 അക്ബർ വേഴ്സസ് മഹാറാണ പ്രതാപ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, മെവാർ ഇപ്പൊ ബാക്കിയുണ്ട് പിടിച്ചെടുക്കാൻ. മെവാർ പിടിച്ചെടുക്കുന്ന യുദ്ധമാണ് 1576 ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി. അന്ന് മെവാറിലെ റൂളർ എന്നുള്ളത് മഹാറാണ പ്രതാപ് ആയിരുന്നു. അയാളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അക്ബർ മെവാർ കീഴ്പ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് 1577 അക്ബർ എന്ത് ചെയ്യുന്നു,
അക്ബറിന്റെ മൻസബ്ദാരി, അക്ബറിൻ്റെതല്ല, ഒറിജിനലി മംഗോൾസിൻ്റെതാണ് ആ ഒരു സിസ്റ്റം. മൻസബ്ദാരി എന്നുള്ള ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മൻസബ്ദാരി സിസ്റ്റം എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. അത് വരുന്നത് 1577 1579 അക്ബറിന്റെ മഹ്സർ അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റി ഡിഗ്രി. എന്താണ് മഹ്സർ അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റി ഡിഗ്രി? അവിടെ റിലീജിയസ് കാര്യങ്ങളിൽ ആർക്കൊക്കെ പല പല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ, കോൺഫ്ലിക്റ്റിംഗ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പരമമായിട്ട് അതിൽ അവസാനത്തെ അഭിപ്രായം പറയാനുള്ള അധികാരം എംപറർ അക്ബറിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ തിയോളജിയൻസ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള സംബന്ധിക്ക് പേപ്പർ ഓഫ് കോൺട്രാക്ട് എന്ന് നമുക്ക് പറയാം. അതുപോലെയുള്ള ഒരു സാധനമാണ് മഹ്സർ അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റി ഡിഗ്രി എന്നുള്ളത്. വർഷം 1579 ആണെന്ന് ഓർക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ലാസ്റ്റ് ഒപ്പീനിയൻ അക്ബറിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തിയോളജിയൻസ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തൊരു പേപ്പറായിരുന്നു മഹ്സർ എന്നുള്ളത്. 1581 മിർസ ഹക്കീം ഖാൻ അഗൈൻ റിബൽഡ് ആൻഡ് ഹി അനക്സഡ് കാബൂൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ ബ്രദർ ആയിരുന്ന മിർസ ഹക്കീം ഖാന്റെ റിബല്യൻ വീണ്ടും ഉണ്ടാവുന്നു. സോ അന്ന് എന്ത് ചെയ്തു? അക്ബർ മിർസ ഹക്കീം ഖാനെ കാബൂളിന്റെ ഗവർണർ എന്നുള്ള ആ ഒരു പോസ്റ്റ് നിന്ന് മാറ്റിയിട്ട് കാബൂളിന്റെ ഗവർണറായിട്ട് അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആയിരുന്ന ബക്തുന്നിസ ബീഗത്തിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇൻ ദ ഇയർ 1581. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബക്തുന്നിസ ബീഗത്തിനെ പ്ലേസ് ചെയ്യുന്നതും ഹാമിദ ബാനു ബീഗത്തിനെ ഡൽഹി ഏൽപ്പിക്കുന്നതൊക്കെ അതൊക്കെ എന്താണ്? റയറസ്റ്റ് ഈവൻസ് ആണ് ഹിസ്റ്ററിയിൽ. നെക്സ്റ്റ് ആണ് 1582 ദിനെ ഇലാഹി വരുന്നത്. ഓക്കെ, അക്ബർ സ്ഥാപിക്കുന്ന പുതിയൊരു മതമാണ് ദിനെ ഇലാഹി എന്നുള്ളത്. 1582 അക്ബറിന്റെ ജബത്തി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് ജബത്തി സിസ്റ്റം? ഈ ഒരു ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ ലാൻഡ് അസസ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന അക്ബറിന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ലാൻഡ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന രാജാ തൊഡാർമാൽ മുന്നോട്ട് വെക്കുന്ന ഒരു സിസ്റ്റമാണ് ജബത്തി. ദഹ്ശാല സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1584 നവറോസ് എന്നുള്ള പേർഷ്യൻ ഫെസ്റ്റിവൽ ആദ്യം അവിടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടതാണ്. വീണ്ടും നവറോസ് എന്നുള്ള ആ ഒരു പേർഷ്യൻ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ തുടങ്ങിയത് 1584. അതോടൊപ്പം തന്നെ ലൂണാർ കലണ്ടർ വെച്ചു. മൂണിനെ ബേസ് ചെയ്തുകൊണ്ട് കലണ്ടർ ഉണ്ടാക്കി. അതുവരെ സോളാർ കലണ്ടർ ആയിരുന്നു, അതിനെ മാറ്റി ലൂണാർ കലണ്ടർ പ്ലേസ് ചെയ്യുന്നതും 1584. 1585 അക്ബർ കാബൂൾ അനക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കാബൂൾ എന്നുള്ളത് നിരന്തരമായിട്ട് മുഗൾസും അതുപോലെ തന്നെ പേർഷ്യൻസും ഒക്കെ ഇങ്ങനെ കോൺഫ്ലിക്ട് ചെയ്യുന്ന ഒരു ടെറിറ്ററി ആയിരുന്നു കാബൂൾ, കാന്തഹാർ ഒക്കെ. സോ അക്ബർ 1585 കാബൂൾ പിടിച്ചെടുക്കുന്നു. പിന്നെ തൊട്ട് വരുന്ന മുഗൾ റൂളേഴ്സിന് നഷ്ടപ്പെടുന്നുണ്ട്. ഷാജഹാൻ നഷ്ടപ്പെടുന്നു. ഷാജഹാൻ വീണ്ടും തിരിച്ചെടുക്കുന്നു. ബട്ട് ഫോറവർ ആയിട്ട് ഷാജഹാന്റെ ഭരണകാലഘട്ടത്തിൽ കാബൂൾ മുഗൾസിന് നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നീടാണ് 1591 അദ്ദേഹം സിന്ധ് പിടിച്ചെടുക്കുന്നു. 95 കാന്തഹാർ പിടിച്ചെടുക്കുന്നു. 95 തന്നെ ചാന്ദ് ബിബി ഓഫ് അഹമ്മദ് നഗർ, നിസാം ഷാഹി ഡൈനാസ്റ്റിയിലെ ആദിൽ ഷാഹിയിലെ ബിജാപ്പൂർ റൂളർ ആയിരുന്ന ഇബ്രാഹിം ആദിൽ ഷാ ത്രീയുടെ റിജന്റ് ക്വീൻ ആയിരുന്നു നമ്മുടെ ചാന്ദ് ബിബി എന്ന് പറയുന്നത്. സോ അവര് അക്ബറിനോട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വിമനാണ് ചാന്ദ് ബിബി. ഓക്കെ, സോ ചാന്ദ് ബിബിയെ 1595 അക്ബർ പരാജയപ്പെടുത്തുന്നുണ്ട്. 1601 അക്ബറിന്റെ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺക്വസ്റ്റ് വരുന്നത് അസിഗർ എന്നുള്ളത് ഹരിയാനയിലാണ്. അസിഗർ അദ്ദേഹം കീഴ്പ്പെടുത്തുന്നു. 1601 അക്ബറിന്റെ മകനായ ജഹാംഗീർ അക്ബറിനെതിരെ റിബല്യൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാണ് അക്ബറിന്റെ ഒരു ക്രോണോളജിക്കലി കോൺക്വസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സൗത്ത് ഇന്ത്യൻ കോൺക്വസ്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? റെഫർ ചെയ്ത് ആഡ് ചെയ്യാം. എനിവേ അക്ബറിന്റെ മറ്റു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അക്ബർ ട്രൈ ടു എൻഡ് ദ കസ്റ്റം ഓഫ് സതി എന്നുള്ള ആ ഒരു ഈവിൾ പ്രാക്ടീസ്, അന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഈവിൾ പ്രാക്ടീസ്, സതിയെ പറ്റി ആദ്യമായിട്ട് മെൻഷനിങ് വരുന്നത് ഏത് കാലഘട്ടം മുതലാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാനുഗുപ്തയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷനിലൊക്കെ സതിനെ പറ്റി മെൻഷനിങ് ഉണ്ട്. ആൻഡ് അക്ബർ ട്രൈ ടു എൻഡ് ദ കസ്റ്റം ഓഫ് സതി ബട്ട് വാസ് അൺഏബിൾ ടു പ്രൊസീഡ് വിത്ത് ഹിസ് പ്ലാൻ. പിന്നെ ഇനീഷ്യേറ്റഡ് ദ ട്രാൻസ്ലേഷൻ ഓഫ് സാൻസ്ക്രിറ്റ് വർക്ക്സ് ടു പേർഷ്യൻ. സോ അന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാൻസ്ക്രിറ്റ് മാനുസ്ക്രിപ്റ്റ്സുകൾ, സാൻസ്ക്രിറ്റിൽ എഴുതപ്പെട്ട ഒട്ടുമിക്ക വർക്കുകളും പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് അക്ബറാണ്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ കോർട്ടിൽ 9 ജ്വൽസ് എന്നാണ് പറയാ. നവരത്നാസ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് ഈ നവരത്നാസ്? അബുൽ ഫസൽ, ഹു ഇസ് ദ ഓതർ ഓഫ്
Akbar naam അല്ലെങ്കിൽ ഐനെ അക്ബരി. അബുൽ ഫൈസി who was a poet. ഷെയ്ഖ് മുബാറക് who was a theologian അല്ലെങ്കിൽ spiritual leader of Akbar. ടാൻസൺ ടാൻസൺ എന്നുള്ളത് മ്യൂസീഷ്യൻ ആണ്. ഒറിജിനൽ നെയിം വാസ് രാമദാനു പാണ്ഡെ. ആൻഡ് അക്ബർ അദ്ദേഹത്തിന് മിയാൻ എന്നൊരു ടൈറ്റിൽ അക്ബർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ബീർബൽ എന്ന് പറയുന്ന അക്ബറിന്റെ ഫ്രണ്ട്, തഡാർമാൽ എന്നുള്ള അക്ബറിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ, രാജാ മാൻസിംഗ് എന്ന് പറയുന്ന മിലിറ്ററി കമാൻഡർ, അബ്ദുറഹീം എന്ന് പറയുന്നത് നമ്മുടെ ഭൈരം ഖാന്റെ മകനാണ്, അബ്ദുറഹീം ഖാനെ ഖനാൻ. പിന്നീട് ഒരുപാട് ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഒക്കെ അബ്ദുറഹീം നടത്തുന്നുണ്ട്. പിന്നെ ഭഗവാൻ ദാസ്. ഇവരാണ് അക്ബറിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന നവരത്നാസ് അല്ലെങ്കിൽ നയൻ ജ്വൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അക്ബറിന്റെ മറ്റൊരു ഫീച്ചറാണ് അക്ബർ മെയ്ഡ് ലാൻഡ് ഗ്രാൻഡ്സ് ലാവിഷ്ലി ടു ദ തിയോളജിയൻസ്. ഓക്കെ. അക്ബർ ഈ ഒരു തിയോളജിയൻസിന് മതപണ്ഡിതന്മാർക്ക് ഒരുപാട് ലാൻഡ് ഗ്രാൻഡ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലാൻഡ് ഗ്രാൻഡ്സ് അറിയപ്പെടുന്നത് സുയൂറുകൾ എന്ന പേരിലാണ്. എന്താണ് സുയൂറുകൾ എന്നൊക്കെ ചോദിച്ചാൽ അത് ലാൻഡ് ഗ്രാൻഡ്സ് ആണ്, വിച്ച് വാസ് മെയ്ഡ് ബൈ അക്ബർ ടു ദ തിയോളജിയൻസ് ഓഫ് ദാറ്റ് ടൈം. ആ ഒരു കാലഘട്ടത്തിലെ മതപണ്ഡിതന്മാർക്ക് അക്ബർ കൊടുത്തിട്ടുണ്ടായിരുന്ന ലാൻഡ് ഗ്രാൻഡ് ആണ് സുയൂറുകൾ എന്നുള്ളത്. ഓക്കെ. സോ ഈ സുയൂറുകളിനെ പറ്റിയിട്ട് ഐനെ അക്ബറിലൊക്കെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് അക്ബർ. അക്ബറിനെ പറ്റി നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ തന്നിട്ടുള്ളത്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ഐഫർ എഡ്യൂക്കേഷൻസ് യൂട്യൂബ് ചാനൽ. ഓക്കെ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഐഫറിൻ്റെ ഭാഗമായിട്ട് UGC NET ഡിസംബർ 2024 പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐഫറിൻ്റെ JRF ട്രാക്കിലേക്കുള്ള അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഐഫർ ലിങ്ക് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഐഫറിൻ്റെ ടീം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ കൂടെ തന്നെ ഓർക്കുക, ഐഫറിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഫ്രീ ഗൈഡൻസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഇത് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് വരുന്നത്, ഇതിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഫ്രീ പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും പിന്നെ ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയിട്ടൊക്കെയുള്ള ലിങ്ക് വരുന്ന ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.